നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം കുറുവിലങ്ങാട് കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഭർത്താവാണ് അതിക്രൂരമായി ഇവരെ കൊലപ്പെടുത്തിയത് എന്ന് നടക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. കോട്ടയം കുറുവിലങ്ങാട് നിന്നും കാണാതായ വീട്ടമ്മയെ കൊന്നു കൊക്കയിൽ തള്ളിയതായിരുന്നു ഭർത്താവ്. ഈ ഭർത്താവിന്റെ അവിഹിത ബന്ധങ്ങൾ ജെസ്സി എതിർത്തിരുന്നു. ഇതിന്റെ പേരിലാണ് ഭാര്യയെ സാം കൊലപ്പെടുത്തിയത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിൽ തള്ളിയതാണ് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇടുക്കി കരുമണ്ണൂർ ചെപ്പുകുളത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു ജെസ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച ജെസ്സിയുടെ ഭർത്താവ് സാം കെ ജോർജിനെ കുറുവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പരസ്ത്രീ ബന്ധം ജെസ്സി ചോദ്യം ചെയ്തു. ഇതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടതും ഇത് തന്നെയാണ്. തന്റെ അവിഹിത ബന്ധങ്ങൾ എതിർത്തതിന്റെ പേരിലാണ് ആസൂത്രിതമായിട്ട് ജെസ്സിയെ ഇയാൾ കൊലപ്പെടുത്തിയത്. ഏറെ നാളത്തെ ആസൂത്രണം ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. കൊന്നു തള്ളാൻ പറ്റിയ സ്ഥലം 10 ദിവസങ്ങൾക്ക് മുൻപേ ഇയാൾ കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടത്തുന്നതിന് 10 ദിവസങ്ങൾക്ക് മുൻപ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി. 26-ാം തീയതി വൈകിട്ട് 6 മണിയോടെ ഇയാൾ വീട്ടിലെത്തി. ഇതിനിടയിൽ സാമും വീട്ടിലുണ്ടായിരുന്ന ജെസ്സിയും തമ്മിൽ സിറ്റൗട്ടിൽ വെച്ച് തന്നെ വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിൽ വഴക്കുണ്ടാകുന്നു. വഴക്ക് രൂക്ഷമായതോടെ തന്നെ ഇയാൾ കയ്യിൽ മുളക് സ്പ്രേ കരുതിയിരുന്നു. ഇത് ജെസ്സിയുടെ മുഖത്ത് അടിച്ചു. തുടർന്ന് ഇയാൾ ജെസ്സിയെ കിടപ്പുമുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാമിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇതേ ചൊല്ലി പലതവണയാണ് ജെസ്സിയുമായി വഴക്കുണ്ടായത്. 59-ാം വയസ്സിലാണ് ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സിന് സാം MG യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത്. അവിടെ സഹപാഠിയായ ഇറാൻ സ്വദേശിനിക്കൊപ്പമാണ് ഇയാൾ പലതവണ കാണക്കാരിയിലെ വീട്ടിലെത്തിയത്. വീട്ടിലെ താഴത്തെ നിലയിലായിരുന്നു ഇയാൾ മറ്റ് സ്ത്രീകളെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇറാൻ സ്വദേശിയായ യുവതിയെയും ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. മറ്റൊരു യുവതിക്കൊപ്പം ഇയാൾ വീട്ടിൽ വന്നതിനെ സ്വാഭാവികമായിട്ടും ഭാര്യ എതിർത്തു, ചോദ്യം ചെയ്തു. മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപും ഈ ഒരു കാര്യത്തിൽ ഇവർക്കിടയിൽ വഴക്കുണ്ടായി എന്നാണ് പോലീസ് കണ്ടെത്തൽ. 2 നില വീടാണ്. മുകളിലത്തെ നിലയിലായിരുന്നു ജെസ്സി താമസിച്ചിരുന്നത്. പഠനത്തിനും ജോലിക്കുമായി മക്കളെല്ലാം വിദേശത്തേക്ക് പോയി. ഇതോടെയാണ് 6 മാസമായി ജെസ്സി ഒറ്റയ്ക്കാണ് മുകളിലത്തെ നിലയിൽ താമസിക്കുന്നത്. ദിവസവും അമ്മയെ ഫോൺ വിളിക്കാറുള്ള മക്കൾ 26-ാം തീയതി പലതവണ അമ്മയെ വിളിക്കുന്നു. ജെസ്സി ഫോൺ എടുക്കുന്നില്ല. കുട്ടികൾ പരിഭ്രാന്തരാകുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നില്ല. തുടർന്ന് ഇവർ പോലീസിൽ പരാതിപ്പെടുകയാണ് ചെയ്തത്. പിന്നാലെ പോലീസ് അന്വേഷണം തുടങ്ങി. തുടർന്ന് പോലീസ് അന്വേഷിച്ചാണ് ഇടുക്കിയിൽ നിന്നും ജെസ്സിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. 1994-ൽ ബംഗളൂരുവിലെ വിവേക് നഗറിൽ വെച്ചാണ് സാം ജെസ്സിയെ വിവാഹം ചെയ്തത്. പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റുമാനൂർ കാണക്കാരിയിലാണ് ഇവരുടെ വീട്. ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കാനായി ആളൊഴിയുന്നതുവരെ സാം കാത്തുനിന്നു. രാത്രി വൈകിയും സഞ്ചാരികൾ വാഹനം നിർത്തിയിറങ്ങി നിൽക്കുന്ന സ്ഥലമാണെന്ന് അറിയാവുന്നതിനാൽ പുലർച്ചെ 1 മണിയോടെയാണ് മൃതദേഹവുമായി സാം ചെപ്പുകുളത്ത് എത്തിയത്. എന്തായാലും ഇതെല്ലാം കണ്ടെത്താൻ പോലീസിനേറെ സഹായകമായത് CCTV ദൃശ്യങ്ങളാണ്. നാട്ടിൽ നിന്ന് സാം കൊലപാതക ശേഷം മുങ്ങിയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ശരിക്കും സാമിലേക്ക് എത്താൻ സാധിച്ചത്. തൊടുപുഴയിൽ ഇയാൾ എത്തിയതായി വ്യക്തമായി. പക്ഷേ പോലീസ് എത്തുന്നതിന് മുൻപേ വിദേശ വനിതയ്ക്കൊപ്പം മൈസൂരിലേക്ക് ഇയാൾ കടന്നു കളഞ്ഞു. 50 അടി താഴ്ചയിൽ ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം. വൈകിട്ട് 6:30യോടെയാണ് തൊടുപുഴ അഗ്നിരക്ഷാസേന എത്തി ഇത് മുകളിലേക്ക് എത്തിച്ചത്. തുടർന്ന് അവിടെ തന്നെ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. കുറുവിലങ്ങാട് പോലീസിനൊപ്പം കരിമണ്ണൂർ പോലീസും സ്ഥലത്തെത്തിയാണ് മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, തന്റെ ഭർത്താവിനൊപ്പം മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ ഒരു ഭാര്യയ്ക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ആശങ്ക അത് തന്നെയാണ് ജെസ്സിക്കും ഉണ്ടായത്. പോലീസ് അന്വേഷണം നടത്തുമ്പോൾ ഭർത്താവ് സാമിനെ പറ്റി ചില സംശയങ്ങൾ പോലീസിന് തോന്നിയിരുന്നു. തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ബംഗളൂരിലായിരുന്ന സാമിനെ നാട്ടിലെത്തിച്ചപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സെപ്റ്റംബർ 26-നാണ് സാം ജോർജ് ജെസ്സിയെ കണക്കാരിയിലെ വീട്ടിൽ വെച്ച് അതിക്രൂരമായി യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ശേഷം മൃതദേഹം കാറിലാക്കി തൊടുപുഴയ്ക്കടുത്ത് ചെപ്പുകുളം കൊക്കയിൽ തള്ളുകയായിരുന്നു. ഇയാളുടെ മൊഴി അനുസരിച്ച് തന്നെയാണ് പോലീസ് ഈ കൊക്കയിൽ പരിശോധന നടത്തിയത്. 30 അടിയോളം താഴ്ചയുള്ള സ്ഥലത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയതും ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ
മുന്നിൽ തന്നെയാണ്. 2005 മുതൽ ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹമോചന കേസ് പാലാ കോടതിയിൽ നടക്കുകയാണ്. കേസ് നടക്കുന്നുണ്ടെങ്കിലും ഇരുവരും വീടിന്റെ 2 നിലയിലായിരുന്നു താമസം. സാമിന് വിദേശികളും സ്വദേശികളുമായുള്ള പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ജെസ്സി ആരോപിച്ചിട്ടുണ്ട്. ജെസ്സി പരസ്ത്രീ ബന്ധങ്ങൾ ചോദ്യം ചെയ്തത് സാമിന് വളരെയധികം അസ്വസ്ഥത തോന്നുന്നു. ഇയാൾ ജെസ്സിയെ വകവരുത്താൻ തീരുമാനിക്കുന്നു. അത് അയാൾ നടപ്പിലാക്കുകയും ചെയ്തു. അതിക്രൂരമായ കൊലപാതകമാണ് ഈ സാം തൻ്റെ അവിഹിത ബന്ധങ്ങൾ ചോദ്യം ചെയ്ത ഭാര്യയെ അതിക്രൂരമായാണ് ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. വൈക്കം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ വൈകിട്ടോടെയാണ് കസ്റ്റഡിയിലുള്ള സാമുമായി ഇടുക്കി കരിമറ ചെപ്പുകുളത്തെത്തിയത്. 1.5 മണിക്കൂറാണ് ഈ ഒരു പരിശോധനയൊക്കെ നടത്തിയത്. കൊക്കയിൽ നിന്നും തൊടുപുഴ അഗ്നിരക്ഷാസേനമാണ് മൃതദേഹം പുറത്തെടുത്തത്. എന്തായാലും അതിക്രൂരമായ കൊലപാതകം, നാടിനെ വീട്ടുകാരെയും മക്കളെയും ഒന്നടങ്കം നടുക്കിയിരിക്കുന്ന കൊലപാതകം, പ്രതിയുടെ ദൃശ്യങ്ങൾ, മാത്രമല്ല കൊക്കയിൽ നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങളിലേക്ക് ഞാൻ വരാം.